ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 1ലെ ദ ഡോട്ട് എന്ന ലെസൺ ആണ് നോക്കുന്നത്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ്സ് സീ. ഇതൊരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണ്. ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അവൾ വിശ്വസിച്ചിരുന്നത് അവൾക്ക് പിക്ചർ ഒന്നും വരയ്ക്കാനുള്ള കഴിവില്ലായിരുന്നു എന്നാണ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവൾക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ദി ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ സ്കൂളിലുണ്ടാവും ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ നടത്തുന്ന ആ ക്ലാസ് കഴിഞ്ഞു. ബട്ട് വഷ്തി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. അവളുടെ ചെയറിൽ തന്നെ വഷ്തി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒട്ടിപ്പിടിച്ചെന്ന പോലെ ഇരിക്കുകയാണ്. ഗ്ലൂഡ് ടു ഹെർ ചെയർ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുകയാണ്, അതായത് അനങ്ങാതെ ആ ചെയറിൽ നിന്നും എഴുന്നേക്കാതെ ഇരിക്കുകയാണ്. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ ബ്ലാങ്ക് ആണ്, പേപ്പറിൽ ഒന്നും തന്നെ ഇല്ല. വഷ്തീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. വഷ്തിയുടെ ടീച്ചർ ലീൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ മുന്നോട്ടാഞ്ഞിങ്ങനെ നിന്നു. എന്നിട്ട് ബ്ലാങ്ക് പേപ്പർ. പോളാർ ബെയറിൻ്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. സ്നോയുടെ കളറോ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റിനെ വൈറ്റിൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ ടീച്ചർ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. വെരി ഫണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ സെഡ് വഷ്തി. അപ്പോൾ വഷ്തി പറഞ്ഞു, നല്ല തമാശ, എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ല എന്ന് വഷ്തി പറയാണ്. ഹർ ടീച്ചർ സ്മൈൽഡ്. അവളുടെ ടീച്ചർ സ്മൈൽ ചെയ്തു, ഒന്ന് ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പോൾ ടീച്ചർ പറയാണ്, നിൻ്റെ ആ ബ്ലാങ്ക് പേപ്പറിൽ ഒരു മാർക്കിട്. മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് വരയ്ക്കുക, ഒരു പോയിന്റ് കുത്തിടുക. ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. എന്നിട്ട് നീ കാണ്, ഇത് നിന്നെ എവിടം വരെ എത്തിക്കും എന്നുള്ള കാര്യം നീ ഒന്ന് കാണ് എന്ന് പറയാണ്. വഷ്തി ഗ്രാബ്ഡ് എ മാർക്കർ. ഒരു മാർക്കറിങ് എടുത്തു. ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. എന്നിട്ട് പേപ്പറിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു കുത്തങ്ങിട്ടു. ദർ എന്ന് പറഞ്ഞിട്ട് വഷ്തി ആ പേപ്പർ ടീച്ചർക്ക് കൊടുക്കുകയാണ്. ഹർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ടീച്ചർ ആ പേപ്പർ ഒന്ന് പിക്കപ്പ് ചെയ്തു, അതങ്ങ് കയ്യിലെടുത്തു. ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി, അത് വിശദമായിട്ടൊന്ന് നോക്കി. She pushed the paper towards Vashti and quietly said, "Now sign it." എന്നിട്ട് പേപ്പർ വഷ്തിയുടെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു, ഇനി അതിൽ ഒപ്പിട് എന്ന് പറഞ്ഞു. നൗ സൈൻ ഇറ്റ്, ഒപ്പിടാനാണ് പറഞ്ഞത്. വഷ്തി തോട്ട് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. വെൽ, മേ ബി ഐ കാൻ ഡ്രോ. എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എനിക്ക് എൻ്റെ പേരെഴുതി ഒപ്പിടാനൊക്കെ അറിയാം. ദ നെക്സ്റ്റ് വീക്ക്, പിറ്റത്തെ ആഴ്ച, വഷ്തി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. ആർട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് അബവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചറിൻ്റെ ടേബിളിൻ്റെ മുകളിലായിട്ട് എന്താണ് തൂങ്ങിക്കിടക്കുന്നത്? അത് കണ്ടപ്പോഴത്തേനും ഷി വാസ് സർപ്രൈസ്ഡ്. അവൾക്ക് ഭയങ്കര സർപ്രൈസ്ഡായി. ഇറ്റ് വാസ് എ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ. അവൾ വരച്ച ആ ലിറ്റിൽ ഡോട്ടായിരുന്നു അവിടെ തൂങ്ങിക്കിടന്നത്. ഹർ ഡോട്ട്, അവളുടേതായ ആ ഡോട്ട്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വലി ഗോൾഡ്. അതെല്ലാം ഫ്രെയിം ചെയ്തിട്ടാണ് ടീച്ചർ അത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വലി ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ വർക്ക്. സ്വലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി ചെയ്യൂലേ, ബൈൻഡിങ് വർക്കൊക്കെ ചെയ്യില്ലേ, സ്പൈറൽ വർക്ക് ചെയ്യില്ലേ, അതാണ്. ഫ്രെയിം ആക്കി വെച്ചിരിക്കുകയാണ്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പം അവൾ പറയാണ്, ഇതിലും നന്നായി വരയ്ക്കാമായിരുന്നു, ഇതിനേക്കാളും നല്ല ഡോട്ട് എനിക്ക് ഇടാൻ അറിയുമായിരുന്നു. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അവൾ അവളുടെ വാട്ടർ കളേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. വഷ്തി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്തി ഒരുപാട് പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എ റെഡ് ഡോട്ട്, ഒരു റെഡ് ഡോട്ട് ചെയ്തു. പർപ്പിൾ ഡോട്ട്, പർപ്പിൾ കളറിലുള്ള ഒരു ഡോട്ട് ഇട്ടു. യെല്ലോ ഡോട്ട്, ഒരു യെല്ലോ ഡോട്ട് ഇട്ടു. ബ്ലൂ ഡോട്ട് ഇട്ടു. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ, യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഡോട്ട് ഇട്ടു. ഷീ ഡിസ്കവേർഡ് ദറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. ഒരു ഗ്രീൻ ഡോട്ട് ഇടാൻ പറ്റും എന്ന് അവൾക്ക് മനസ്സിലായി. അതായത് ബ്ലൂവും യെല്ലോയും കൂടി മിക്സ് ചെയ്താൽ ഗ്രീൻ കളർ കിട്ടുമെന്ന് അവൾക്ക് മനസ്സിലായി. സോ ഗ്രീൻ ഡോട്ട് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തു. വഷ്തി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അപ്പോൾ പുതിയ പുതിയ കളേഴ്സ് അവളായിട്ട് ഉണ്ടാക്കിയല്ലേ, 2 കളേഴ്സും 3 കളേഴ്സും എല്ലാം മിക്സ് ചെയ്തിട്ട് അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, പരീക്ഷണങ്ങൾ നടത്തി. കുറേ ഡോട്ട്സ് ഇട്ടു.
ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, കുഞ്ഞു കുഞ്ഞു കുത്തുകളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് കുഞ്ഞു ഡോട്ട്സ് ഇടാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു, വലിയ ഡോട്ട്സും എനിക്ക് ഇടാൻ പറ്റും. വഷ്തി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. അപ്പോൾ വഷ്തി വലിയ ബ്രഷസ് എടുത്തു, വലിയ ചാർട്ട് പേപ്പർ എടുത്തു, ആൻഡ് ബിഗർ ഡോട്ട്സ് അതിലേക്ക് സ്പ്ലാഷ് ചെയ്തു. സ്പ്ലാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തെറിപ്പിക്കുക. വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യൂലേ, അപ്പോൾ തെറിപ്പിച്ചു. അവളുടെ കളേഴ്സ് അവൾ ബിഗർ ബ്രഷ് കൊണ്ട്, വലിയ ബ്രഷ് കൊണ്ട് ബിഗർ പേപ്പറിൽ, വലിയ പേപ്പറിൽ വലിയ ഡോട്ട്സ് ഇട്ടു. വഷ്തി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. പെയിൻറ് ചെയ്യാതെ തന്നെ അവൾ ഒരുപാട് ഡോട്ട്സ് ഇട്ടു. കാരണം സ്പ്ലാഷ് ചെയ്യുമ്പോൾ, ബ്രഷും കൊണ്ട് സ്പ്ലാഷ് ചെയ്യുമ്പം ഒരുപാട് ഡിഫറെൻറ്റ് സൈസ് ഓഫ് ഡോട്ട്സ് അതിൽ രൂപപ്പെടും അല്ലേ. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവളുടെ സ്കൂളിൽ ആർട്ട് ഷോ നടക്കുകയാണ്. വഷ്തീസ് ഡോട്ട് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. അപ്പോൾ വഷ്തിയുടെ ഈ ഡോട്ട് മാത്രമുള്ള ആ പിക്ചേഴ്സ് ഉണ്ടല്ലോ, ആ പെയിൻറ്റിങ്സ്, ഇറ്റ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ കിട്ടുക. അവളുടെ ആ പിക്ചറിന് ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടി. എല്ലാവരും അവളുടെ ആ ഡോട്ടിനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. വഷ്തി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. അപ്പോൾ വഷ്തി ഇങ്ങനെ കണ്ടു, ഒരു കുഞ്ഞു ബോയ്, ഒരു ചെറിയൊരു പയ്യൻ അവളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഗേസിങ് അപ്പ് എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുക. ഗേസിങ് അപ്പ് അറ്റ് ഹെർ, അവളെ നോക്കി നിൽക്കുകയാണ്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ ബോയ് എന്താ പറഞ്ഞേ? അവളോട് പറഞ്ഞു, വലിയൊരു ആർട്ടിസ്റ്റാണ് നിങ്ങൾ എന്ന് പറയുകയാണ് വഷ്തിനോട്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. അപ്പോൾ അവൻ പറയാണ്, ഞാനും ആഗ്രഹിക്കുന്നു എനിക്ക് വരയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്തി. അപ്പോൾ വഷ്തി പറഞ്ഞു, ഞാൻ ബെറ്റ് ചെയ്യുന്നു നിനക്ക് എന്തായാലും വരയ്ക്കാൻ പറ്റും. മീ? നോ, നോട്ട് ഐ കാൻറ്റ് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ ബോയ് പറയാണ്, ഞാനോ? ഒരിക്കലുമില്ല, എനിക്കൊരിക്കലും വരയ്ക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈവൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലും, പെൻസിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോലും എന്നെക്കൊണ്ട് കഴിയില്ല. വഷ്തി സ്മൈൽഡ്, വഷ്തി ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അവൾ ആ ബോയ്ക്ക് ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ കൊടുത്തു, ഒരു വെള്ള പേപ്പർ കൊടുത്തു. ഷോ മീ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചേ എന്ന് പറയാണ്. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അവൻ ആ വരച്ചപ്പം ബോയുടെ കൈയൊക്കെ വിറച്ചു, അങ്ങനെ സിഗ്സാഗ് ആയിട്ടൊക്കെ വന്നു അല്ലേ. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊന്നും അല്ല വന്നത്. വഷ്തി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് ക്യൂഗിൾ. അപ്പോൾ വഷ്തി ഇങ്ങനെ ആ ബോയ് വരച്ചതിങ്ങനെ സ്റ്റെയർ ചെയ്തു. സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചു നേരം തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. സ്ക്യുഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്യുഗിൾ എന്ന് പറഞ്ഞാൽ കർവ്ഡ് ലൈൻ, വളഞ്ഞു പുളഞ്ഞുള്ള ആ ലൈൻ. ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. അപ്പം വഷ്തിയുടെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വഷ്തി ഈ ബോയിനോട് പറയാണ്, ഓക്കെ ഇതിൽ സൈൻ ചെയ്യൂ എന്ന് പറയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞി സ്റ്റോറി. പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് മോട്ടിവേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം വിഷമിച്ചിരിക്കുന്ന വഷ്തിയോട് ടീച്ചർ ഒരു ഡോട്ട് ഇടാൻ പറയുന്നു. അവളത് ഡോട്ട് ഇട്ട് കഴിയുമ്പം സൈൻ ചെയ്യാൻ പറയുന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ആർട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചറുടെ ടേബിളിൻ്റെ മുകളിൽ അവളുടെ പിക്ചർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടപ്പം അവൾക്ക് എന്താ കോൺഫിഡൻസ് കൂടി. എനിക്കിനിയും വരയ്ക്കാൻ പറ്റും, എനിക്കിനിയും ഡ്രോയിങ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അവൾ പിന്നെയും ഒരുപാട് ഡോട്ട്സ് വരച്ചു, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോട്ട്സ് വരച്ചു അല്ലേ. ടീച്ചറിലൂടെ വഷ്തിക്ക് കിട്ടിയ ആ കോൺഫിഡൻസ് അവൾ വേറൊരാൾക്കും പകർന്നു കൊടുക്കുന്നുണ്ടല്ലേ, ആ ബോയ്ക്കും കൊടുക്കുന്നുണ്ട്. ബോയ് വാസ് വെരി സാഡ്, കാരണം അവനൊരു സ്ട്രെയിറ്റ് ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബോയ്. പക്ഷേ ദ സെയിം സിറ്റുവേഷൻ റിപ്പീറ്റഡ്. അവളെ വഷ്തിയുടെ ടീച്ചർ ചെയ്തതുപോലെ തന്നെ ആ ബോയിനോടും ചെയ്യുകയാണ്. സോ ബോയുടെയും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ് അവൾ അവിടെ ചെയ്യുന്നത്. സോ നമ്മളുടെ ഫ്രണ്ട്സിനെയും നമ്മളുടെ കഴിവുകൾ വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കഴിവുകളും വളർത്താൻ നമ്മൾ ശ്രമിക്കണം. ഓഥറിനെ പരിചയപ്പെടാം. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ഈസ് എ കനേഡിയൻ ഓഥറാണ്. കുട്ടികളുടെ ബുക്കുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫേബിൾ വിഷൻ എന്ന എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. റെയ്നോൾഡ്സ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്സ് അബൌട്ട് ഒതൻറ്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ.
ഇദ്ദേഹം കൂടുതലും കുട്ടികളുടെ ബുക്കിൽ എങ്ങനെയൊക്കെ പഠിക്കാം, ഒതൻറ്റിക് ലേണിങ്ങിനെ കുറിച്ചും ക്രിയേറ്റിവിറ്റി, നമ്മളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം, നമ്മളിലുള്ള കഴിവുകൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും സെൽഫ് എക്സ്പ്രഷനെ കുറിച്ചുമൊക്കെയാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്